ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വീണ്ടും നെക്സ്റ്റ് ഡേ കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് ബിരിയാണിയൊക്കെ രാത്രി കഴിച്ചിട്ട് നമ്മൾ സുജിത്തേട്ടൻ്റെ വീട്ടിലെത്തി. സുജിത്തേട്ടൻ അവിടെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഇറങ്ങുകയാണ്. എഡിറ്റിങ്ങും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഇങ്ങനെ നിൽക്കാനും കാര്യത്തിനൊക്കെ. കാറിൽ ചെറിയൊരു ഡ്രൈവ്. വെള്ളിയാഴ്ച കേട്ടോ, ഞായറാഴ്ച നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പോൾ പള്ളിയൊക്കെ ഇറങ്ങിയാണ്. പള്ളി പോയോക്കട്ടെ. ഇവിടെ ഹൈദരാബാദ് മൂപ്പരൻ്റെ ഒരു പള്ളി കാണിച്ചത് അത് പോയോക്കെ എടുക്കുകയാണ്. അതായത് കാണാൻ ഉച്ചയായി, സത്യം പറഞ്ഞു ഉച്ചയായി വരുന്നത്. അതാണ് അവസ്ഥ. അതൊന്ന് സ്റ്റേ ആണ് പ്ലാന്, എന്നിട്ടേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ അതേപോലെ ഏതാണെന്ന് അറിയില്ല. പരിപാടി കുറച്ച് നേരം വൈകി. അതിൽ കാണിച്ച ടൈമിൽ പോയില്ല. മൂപ്പരവിടെ കാത്തിക്കണം. നേരെ വണ്ടിയിലവിടെ വെയിറ്റ് ചെയ്ത് മൂപ്പറില്ല. പോയിട്ട് വണ്ടി കൊണ്ടാണ് ഉറങ്ങിയാവോ. കുറേ നേരമായി. നമ്മൾ ഏകദേശം 1:15 പോയതാണ്. അപ്പോൾ 3/4 മണിക്കൂറോളം ആ വണ്ടിയിൽ വാക്കിംഗ് വിത്ത് ജാങ്ക. ജാങ്കോന്റെ കുറച്ച് വീഡിയോ എടുക്കാനാണ് വോയിസ്. ഞാനൊക്കെ അവിടെ ചെങ്ങായി പെരുങ്കളി ഓടി ഓടിയതാ. എന്താ ഇവിടെ വന്നിട്ട് സുജിത്തേട്ടൻ്റെ വീട് കാണിച്ചതിനെ മോശം കേട്ടോ. അടിപൊളിയായിട്ട് മുമ്പൊരു ഇൻഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഫ്ലാറ്റാണ്, ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഫ്ലാറ്റ് അടിപൊളി. നമുക്ക് ഈ മീനുകളൊക്കെ 4-5 വർഷമായിട്ട് ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ബാൽക്കണി ഭാഗത്തൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഉള്ളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നമ്മളെ ബാൽക്കണി നോക്കി കഴിഞ്ഞാൽ താഴേക്ക് നല്ല വ്യൂ ആയിട്ട് കുട്ടികൾ കളിക്കണ കാര്യങ്ങളും എല്ലാം കാണാം. എൻ്റെ ഉള്ളിൽ കണ്ടോ എല്ലാ സെറ്റപ്പും ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. ആമസോണിൽ സാധനം വന്നിട്ടോ എന്താ ഫാസ്റ്റ്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ. എത്ര ദിവസം പൈസ? 1 വീക്ക് മിനിമം അല്ലേ. പ്രൈം മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ട് തന്നെ ഫസ്റ്റ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത് പള്ളിക്ക് പോണിന് ഓർഡർ ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എത്ര സമയം? 7 മണിയപ്പോൾ സാധനം കൈ കിട്ടിട്ടോ. ഇപ്പം നമ്മൾ ഹെൽമെറ്റിൻ്റെ ചിൻമൗണ്ടാണ് ഓർഡർ ചെയ്ത്. സാധനം അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ചിൻമൗണ്ട്, പിന്നെ 2 ചിൻമൗണ്ടും പിന്നെ ഒരു മൊബൈൽ മൗണ്ടും ഓർഡർ ചെയ്തു. മൊബൈൽ ഓർഡർ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതല്ല സാധനമാണ്. ഈ സാധനം സെയിം നമ്മുടെ അടുത്തുള്ളതാണ്. ആണോ? മൊബൈലിൽ ഒരു കയറും കൂടി അല്ല. ഓക്കെ, ഞാൻ അതാ പറഞ്ഞു. കുടുംബത്തിലൊന്നും പുറത്തേക്കാൻ ഇറങ്ങിയില്ല. അവിടെ എഡിറ്റിങ്ങും കാര്യമായിട്ട് ഉത്തരവുണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ഇറക്കിയതാണ്. ഫോട്ടോഷൂട്ട് ഇപ്പോൾ ഒന്നാണ് കാണാൻ വേണ്ടിയിട്ട് വായിക്കുന്നത്. പിന്നെ മറ്റേ ആളറിയാലോ, നമുക്ക് റൂമിലാണ് നിൽക്കുന്നത്. മുപ്പര വണ്ടിയാണ് കേട്ടോ. ഹൈദരാബാദിൻ്റെ ഏതോ മൂലയിൽ വന്ന് ഇറങ്ങിട്ടോ. ഈ ചാടിക്കിറങ്ങി ഇത്രയും പോകണം പറയുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം ഫുഡ് അടിക്കണോ ബെറ്ററായിട്ട് സമയം. ചായ കോഫി കുടിച്ച് അവർ ചായ രാത്രി 10-11 വെറുതെ വാക്കിങ്ങിന് ഇറങ്ങിയാണ്. മറ്റേ ആൾ പോയി. നമ്മളിങ്ങനെ വെറുതെ രസമായിട്ട് എത്ര പറഞ്ഞിട്ട് അവിടെ ഫ്ലാറ്റ് മുകളിൽ അവിടെയാണ് പുതിയൊരു ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനമാണ്. കുട്ടിരിക്കൽ നമ്മുടെ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും.